ഹലോ മുത്തുമള്ളി, എന്തൊക്കെ പാട് സുഖല്ലേ? അപ്പോൾ നമ്മുടെ കളങ്കാവലിൻ്റെ ട്രെയിലർ ഞാൻ ഇന്നലത്തെ വീഡിയോസിലും ഇന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു. നവംബർ 14 നമ്മുടെ കാന്ത സിനിമയുടെ കൂടെ അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ ഉണ്ടാകുമെങ്കിലും ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് വെച്ചിട്ട് നവംബർ 15 നമ്മുടെ യൂട്യൂബ് റിലീസാണ്. പക്ഷെ അവരൊന്നും കൂടി മുൻകൂട്ടിയിട്ട് അത് നവംബർ 13, അതായത് ഇന്ന് അതിൻ്റെ ട്രെയിലർ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് അവർ യൂട്യൂബിലൂടെ അത് റിലീസ് ചെയ്യും. അത് നല്ലൊരു തീരുമാനം. കാരണം എന്താ വെച്ചാൽ സാധാരണ തിയേറ്ററിൽ ഇട്ടിട്ട് പിന്നെ അത് യൂട്യൂബിൽ വരുമ്പോൾ അതിൻ്റെ വ്യൂവേഴ്സും അതിൻ്റെ ഓഡിയൻസും കുറച്ച് കുറഞ്ഞു പോകും. ആ തിയേറ്ററിൽ വരുന്ന ആളുകൾ മാത്രം ചിലപ്പോൾ അത് വാച്ച് ചെയ്യുള്ളൂ. മറിച്ച് ഫസ്റ്റ് യൂട്യൂബിൽ വന്നിട്ട് അതൊന്ന് ക്ലിക്കാകുമ്പോൾ പിന്നെ തിയേറ്ററിൽ ദുൽഖറിൻ്റെ പടം കൂടി കാണാൻ പോകുമ്പോൾ അത് കാണുമ്പോൾ അത് വേറൊരു സംഭവം. പിന്നെ ഒരു കാര്യം, ഒരു സംശയം വേണ്ട, ഇന്ന് ഇറങ്ങുന്ന ട്രെയിലർ ഒരു 1.5 ട്രെയിലർ ആവുന്നുള്ളത് ഒരു സംശയം ഉണ്ടാകും. 1 മണിക്കൂറും 1 മിനിറ്റും 50 സെക്കൻഡും നീണ്ടു നിൽക്കുന്ന ആ ട്രെയിലർ മമ്മൂക്കയുടെ പല സംഭവങ്ങളും നിങ്ങൾക്ക് അതിൽ കാണാമെന്നുള്ളതിൽ 100% ഉറപ്പ് തരും. പിന്നെ മാത്രമല്ല, മമ്മൂക്കയുടെ ഇനി വരാൻ പോകുന്ന മൂവീസിൻ്റെ ലിസ്റ്റായിട്ട് തന്നെ നമ്മൾ ഞെട്ടുട്ടോ. 1.5 മൂവീസുകളാണ്. അതിന് മുമ്പ് പറയാനുള്ളത് ഇതിൻ്റെ അതായത് ഈ ട്രെയിലറിൻ്റെ പോസ്റ്ററിൻ്റെ ഒരു സംഭവമുണ്ട്. കാരണം നമ്മുടെ സാധാരണ മമ്മൂക്ക സിനിമയാണ് മമ്മൂക്ക കമ്പനി നിർമ്മിക്കുന്നത്, പക്ഷെ മമ്മൂക്കയാണ് മെയിൻ വെക്കേണ്ടത്. പക്ഷെ ഇതിൽ മമ്മൂക്ക ഹൈഡ് ചെയ്തിട്ട് ബാക്ക് ഡ്രോപ്പിലാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇറങ്ങിയ എല്ലാ പോസ്റ്റേഴ്സിലും മിക്ക പോസ്റ്റേഴ്സിലും നമ്മുടെ വിനായകനാണ് ഇതിൽ മെയിനായിട്ട് ഇതിൽ പോർട്രേ ചെയ്തിരിക്കണം, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിൽ നായകൻ വിനായകനാണ്, വില്ലനോ നമ്മുടെ മമ്മൂക്കയാണ്. വില്ലൻ്റെ അഴിഞ്ഞാട്ടാണ് സിനിമയിൽ, പക്ഷെ ഇതിൽ നായകനായിട്ട് നമ്മുടെ വിനായകനെ വരുന്നുണ്ട്. അതുകൊണ്ട് വിനായകൻ്റെ പോസ്റ്റേഴ്സാണ്. അതിന് പിന്നിൽ മമ്മൂക്കയുടെ പല ഭാവത്തിലുള്ള പിക്ചേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഗൗരവവും ദേഷ്യവും ഭയാനകമായിട്ട് ഒരുപാട് പിക്ചേഴ്സ് കാണും. പിന്നെ വേറെ മമ്മൂക്കയുടെ ഇനി വരാൻ പോകുന്ന കുറച്ച് മൂവീസ് ഉണ്ട് കേട്ടോ, വെയിറ്റ് ചെയ്യുന്ന കുറച്ച് മൂവീസ് ഉണ്ട്. അതും കൂടി ഞാൻ ലിസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ഇനി വരാൻ പോകുന്ന നമ്മുടെ അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചത്താപ്പച്ച, അതാണ് ഏറ്റവും കൂടുതൽ ഇനി മമ്മൂക്കയുടെ പ്രതീക്ഷയുള്ള. അത് ജനുവരിയിലാണ് അതിൻ്റെ റിലീസ്. അത് റിംഗ് മാസ്റ്ററായിട്ട് മമ്മൂക്ക ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ എന്ന പൃഥ്വിരാജ് ചിത്രത്തിൽ അക്ബർ അഹമ്മദ് അലി എന്ന കഥാപാത്രമായിട്ട് നമ്മുടെ മമ്മൂക്ക പൃഥ്വിരാജിൻ്റെ വല്യപ്പാട റോളിൽ ഒരു മാസ് സെറ്റപ്പ് റോളിൽ അദ്ദേഹം വരും. അതിനുശേഷം വരാൻ പോകും നമ്മുടെ പാട്രിയോട്ട്, മമ്മൂക്ക ലാലേട്ടൻ ഒന്നിക്കുന്ന പാട്രിയോട്ട്. അതും പ്രതീക്ഷ വാനോളമാണ്. അതിനുശേഷം ഈ ഡിസംബറോടെ ഷൂട്ട് തുടങ്ങാൻ നിൽക്കുന്ന മൂവിയാണ് നമ്മുടെ മമ്മൂക്ക നിതീഷ് സഹദേവൻ്റെ ഒരു അടിപൊളി മാസ് മസാല മൂവി, മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ട മൂവിയാവും. അതിനുശേഷം നമ്മുടെ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് നിർമ്മിക്കുന്ന മമ്മൂക്കയുടെ ലോഡ്. വരുന്നതൊക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള വമ്പൻ സെറ്റപ്പ് ചിത്രങ്ങളാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് ഇന്ന് വരുന്ന ട്രെയിലറും അതിനുശേഷം വരുന്ന ഓരോ സിനിമയുടെ അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ UAE കളങ്കാവിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചു. സാധാരണ ഒരു സിനിമക്ക് അതിൻ്റെ ട്രെയിലറും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നരാഴ്ച മുമ്പൊക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരാറ്. മമ്മൂക്കയുടെ സിനിമ 1, 2, 3 ദിവസം മുമ്പ് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. പക്ഷേ UAE ഒരുപാട്, ഇപ്പം ഇന്നിപ്പോൾ 13-ാം തീയതി ആയിട്ടുള്ളൂ, 27-ാം തീയതി റിലീസ്. ഒരുപാട് ദിവസങ്ങൾ ബാക്കി കിടക്കുക, 2 മുകളിൽ ടൈമുണ്ട്, 2 ബാക്കിയുണ്ട്. അപ്പോൾ അതിനു മുമ്പേ അവിടെ നമ്മുടെ കളങ്കാവൻ്റെ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മനസ്സിലാക്കുക, ദുൽഖർ വിതരണം ചെയ്യുന്ന മൂവി ആയതുകൊണ്ട് തന്നെ മമ്മൂക്ക് നിർമ്മിക്കാണ്, ദുൽഖർ വിതരണം ചെയ്യാണ്. പിന്നെ ദുൽഖറിൻ്റെ എല്ലാ ഒരു ഹാൻഡും അതിലുണ്ട്. മാത്രമല്ല ദുബായിലൊക്കെ നമ്മുടെ മമ്മൂക്കയുടെ സിനിമകളൊക്കെ ട്രൂത്ത് ഗ്ലോബിൽ മമ്മൂക്കയുടെ എല്ലാ സിനിമയും വമ്പൻ രീതി അവിടെ പ്രൊമോഷൻ, എന്തായാലും മിക്കവാറും ഇതിൻ്റെ പ്രൊമോഷൻ ദുബായിലുണ്ടാവാം, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലുണ്ടാവാം. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാം ഓരോരോ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. ഇന്ന് ട്രെയിലർ വന്നാൽ അത് പൊളിക്കും എന്ന് ഉറപ്പുള്ളവരൊന്ന് ലൈക്ക് അടിക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്തോളി, കമൻറ്റ് ചെയ്തോളി, സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ.